എല്ലാവർക്കും AJ ഇലക്ട്രിക് യൂട്യൂബ് ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഡെൽറ്റ PLCയിൽ പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെ ചെയ്യാം എന്നതാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരുപാട് പ്ലേലിസ്റ്റിൽ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് വയറിംഗ് തൊട്ട്, അതായത് അതിന്റെ ബേസിക് തൊട്ട് ഓരോ പ്രോഗ്രാംസ്, ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഓരോ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഠിക്കാനായിട്ടൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തുടക്കം തൊട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മളിന്ന് നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡെൽറ്റ PLCയിൽ നമ്മൾ ഇന്ന് നോക്കുന്ന ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാസ്റ്റർ കൺട്രോളർ ആണ്. അതുപോലെ മാസ്റ്റർ കൺട്രോളർ എന്താണ്, അതുപോലെ മാസ്റ്റർ കൺട്രോൾ റീസെറ്റ്. നമ്മൾ സാധാരണയായിട്ട് മെഷീനിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു അത്യാവശ്യം ഒരു ബേസിക് കൺട്രോൾ പാനലും PLC HMI കൂടെ കാണാൻ പറ്റും. എമർജൻസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക, എമർജൻസി പുഷ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് പർട്ടിക്കുലർ ഫംഗ്ഷൻസ്, കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു ഫംഗ്ഷൻസ് ഒന്നും വർക്ക് ചെയ്യാൻ പാടില്ല, എന്നാൽ ഫുൾ ആയിട്ട് സ്റ്റോപ്പ് ആവാനും പാടില്ല. അതായത് ഹാർംഫുൾ ആയിട്ടുള്ള, അതായത് ഓടാൻ പാടില്ല അല്ലെങ്കിൽ ഡേഞ്ചർ ആണ് ആ ഒരു കണ്ടീഷനിൽ മൂവ്മെന്റ്സ് ഒക്കെ വരുന്ന മോട്ടർ, അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ പോർഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബൈപാസ് ചെയ്യാൻ പറ്റണം. അതിനാണ് നമ്മൾ മാസ്റ്റർ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പുഷ് ബട്ടണിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മാസ്റ്റർ കൺട്രോളിന്റെ ലൂപ്പ്, അതായത് ആ ഒരു ഫംഗ്ഷൻ നമ്മൾ സെറ്റ് ചെയ്യും. അതുപോലെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് റീസെറ്റ് ആവും. അപ്പൊ അതൊക്കെ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അതിനായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്തിട്ട് അതുപോലെ പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്ത് നോക്കിയാലോ, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണേന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് WPL സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ഒരു പുതിയ പ്രോജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഫയലിൽ ന്യൂ ക്ലിക്ക് ചെയ്യാം. അതുപോലെ നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് മാസ്റ്റർ കൺട്രോളർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മാസ്റ്റർ കൺട്രോളർ എന്ന ടോപ്പിക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ PLCയുടെ മോഡൽ ഏതാണോ SA2 അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം, ഓക്കെ കൊടുക്കാം. അപ്പൊ നമുക്ക് പ്രോഗ്രാം ചെയ്യാനുള്ള വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് ഒന്ന് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് മാസ്റ്റർ കൺട്രോളർ എങ്ങനെയാണ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനായിട്ട് കുറച്ച് സാധാരണ നമ്മൾ ചെയ്യാറുള്ള പ്രോഗ്രാം, ജസ്റ്റ് പുഷ് ബട്ടൺസ് ഉപയോഗിച്ച് 2-3 ലോഡ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാം. അതിനായിട്ട് LDX0 ഒരു പുഷ് ബട്ടൺ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അത് നമുക്ക് ഔട്ട് ഒരു Y1ലേക്ക് കണക്ട് ചെയ്യാം, ഔട്ട് Y0ലേക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം അഗൈൻ നമുക്ക് 2-3 വർക്ക് ചെയ്യാം. LDX1 ഞാൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഔട്ട് Y1. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാം കോഡ് ചെയ്യാം. കോഡ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, PLCയിലേക്ക് അപ്ലോഡ് ചെയ്യാം. നമ്മൾ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും X0 എന്ന് പറയുന്ന പുഷ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ പുഷ് ബട്ടൺ X1 എന്ന് പറയുന്നത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് നമ്മൾ സീരിയസ് ആയിട്ട് ഒരു 7 റോ, അതായത് ഈ കാണുന്ന രീതിയിലുള്ള 7 റോ നമുക്ക് എന്ത് ചെയ്യാം, ബൈപാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് X0 പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ X0 X1 കൊടുത്തിട്ടുണ്ട്, അതുപോലെ X2 X3 എന്ന് പറഞ്ഞാൽ നമ്മൾ 7 എണ്ണം അല്ലെങ്കിൽ 7 റോ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബൈപാസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഒന്ന് പ്രോഗ്രാം ചെയ്യാം. അതിന് ഓഫ്ലൈനിൽ പോകാം. ഓഫ്ലൈനിൽ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കാണുന്ന ഒരു എൻഡ് ലൈൻ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ ഓക്കെ. അതുപോലെ നമുക്ക് ഈ Y1 പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയാണ് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, Y1 നമുക്ക് അങ്ങ് ഡിലീറ്റ് ചെയ്യാം. അവിടെ നമുക്ക് MCN0 എന്ന് ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാസ്റ്റർ കൺട്രോളർ. അതുപോലെ X1 എന്ന് പറയുന്നത് നമുക്ക് ഈ കാണുന്ന സ്റ്റോപ്പ് ബട്ടൺ X1. ഇതിനെ നമുക്ക് എന്ത് ചെയ്യും, എമർജൻസി ബട്ടണിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എമർജൻസി ബട്ടൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, NC കോൺടാക്ട് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, LDI എന്ന് കൊടുക്കാം. അപ്പൊ ഇതിൽ കാണാൻ പറ്റും NC ആയിരിക്കും. നോർമലി എങ്ങനെ ആയിരിക്കും, സപ്ലൈ പൊക്കോണ്ടിരിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത ഒരു റോ നമുക്ക് എന്ത് ചെയ്യും, ടൈപ്പ് ചെയ്യാം LDX2 എന്നിട്ട് എൻ്റർ ചെയ്യാം. അതുപോലെ ഔട്ട് Y1 നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അടുത്തൊരു ലൈൻ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, LDX3, അതുപോലെ ഔട്ട് Y2. ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റും MCN0 തൊട്ട് N7 വരെ, അതായത് 7 റോ വരെ നമുക്ക് എന്ത് ചെയ്യാം, ബൈപാസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത്, ഇപ്പൊ ഞാൻ 2 ലൈനിന് എൻ്റർ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, റീസെറ്റിന് വേണ്ടിയിട്ട് MCRNO എന്ന് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാണുന്ന രീതിയിൽ, അതായത് ഞാൻ കാണിച്ചു തരാം, ഈ കാണുന്ന ഈ X1 നമ്മൾ എമർജൻസി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ X2 X3 അങ്ങനെ X4 നമുക്ക് എത്ര റോ ഉണ്ടോ ആ റോ എല്ലാം ബൈപാസ് ആയിട്ടുണ്ടാവും. ഓക്കെ, അത് വർക്ക് ചെയ്യില്ല. അതിന് ശേഷമുള്ള ലൈനെ റീഡ് ചെയ്യത്തുള്ളൂ. നമുക്ക് ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, LDX4 ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഔട്ട്
നമുക്ക് എന്ത് ചെയ്യാം, y3 കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം ഒന്ന് കോഡ് ചെയ്യാം. അപ്പൊ അതിന് മുന്നായിട്ട് നമ്മൾ PLC-യിൽ അപ്ലോഡ് ചെയ്തതിന് മുന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിമുലേറ്റ് ചെയ്തും വേണമെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ സിമുലേറ്റ് എന്ന് പറഞ്ഞ ഈ ബട്ടൺ ഉണ്ട്, ഇത് പ്രസ് ചെയ്യുക. അതിനുശേഷം കോഡ് അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, ഈ PLC-യിലേക്ക് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓൺലൈനിൽ വരാം. ഓൺലൈൻ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ബട്ടൺ ആണ് PLC റൺ മോഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതിപ്പോ നമ്മുടെ സിമുലേറ്റർ വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എമർജൻസി ബട്ടൺ ആണ് നമ്മുടെ X1. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഓൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വർക്ക് ആവുന്നുണ്ട്. അതുപോലെ X2 നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്തും വർക്ക് ആവുന്നുണ്ട്. അതുപോലെ X3 ഓൺ ചെയ്യുന്ന സമയത്തും വർക്ക് ആവുന്നുണ്ട്. ഓക്കെ, അതുപോലെ X4 നമ്മൾ എന്ത് ചെയ്യുന്ന ഓൺ ചെയ്യുന്ന സമയത്തും വർക്ക് ആവുന്നുണ്ട്. ഇനി ഇൻ കേസ് ഞാൻ എമർജൻസി സ്റ്റോപ്പ് ചെയ്തിട്ട് ആ സമയത്ത് NO എന്താവും, NC ആയിട്ട് മാറും. ഓക്കെ, ആ സമയത്ത് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഈ രണ്ട് ലൈനും സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അത് ഇവിടെ നിന്നുള്ള എല്ലാ ഫംഗ്ഷൻസും നമ്മുടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ മാസ്റ്റർ കൺട്രോളർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാസ്റ്റർ കൺട്രോളിലേക്കായിരിക്കും നമ്മുടെ സപ്ലൈ പോകുന്നത്. ആ സമയത്ത് സ്റ്റോപ്പ് ആവും. ആ സമയത്താണ് നമ്മുടെ ഈ അതിന്റെ ഇടയ്ക്കുള്ള 7 റോ, നമ്മളിപ്പോ 2 റോയെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ റോ എന്താവും, ബൈപ്പാസ് ആയിട്ട് പിന്നെ ഇവിടെ തൊട്ടായിരിക്കും റീഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ആ സിറ്റീസ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി അവിടെ നിൽക്കട്ടെ. അതുപോലെ ഇതിന് നമ്മൾ ഓഫ് ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നോർമലി നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ട് ഓൺ ആവും. അതുപോലെ മുകളിലത്തതും നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ട് ഓൺ ആകും. അതേസമയം ഇവിടെ നമുക്ക് നോക്കാം, ഓൺ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഓൺ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഓഫ് കൊടുത്തിട്ടുണ്ട്. ഈ എമർജൻസി ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഇതിലേക്ക് സപ്ലൈ പോകില്ല. അതേസമയം ഞാൻ ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും സെറ്റ് ഓൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് വർക്ക് ആവുന്നില്ല. പക്ഷെ നമ്മുടെ പുഷ് ബട്ടൺ വരെ സപ്ലൈ വരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മുടെ PLC എന്ത് ചെയ്യും, ഈ ഔട്ട്പുട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ മാസ്റ്റർ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 7 റോ വരെ ഈ കാണുന്ന രീതിയിലുള്ള 7 റോ, നമ്മളിപ്പോ എത്ര എണ്ണമാണോ നമ്മൾ ടൈപ്പ് ചെയ്ത് 2 എണ്ണമാണ് നമ്മൾ ജസ്റ്റ് പുഷ് ബട്ടണൊക്കെ ഉള്ളത് കൊണ്ട് ചെയ്തിരിക്കുന്നത്. അതായത് N0 തൊട്ട് N7 മുതൽ, അത് 8 ലൈൻ നമുക്ക് എന്ത് ചെയ്യാം, ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോഗ്രാം എവിടെ നമ്മുടെ മാസ്റ്റർ കൺട്രോളർ കംപ്ലീറ്റ് ചെയ്യുന്നു അതിന്റെ അവസാനമായിട്ട് നമ്മൾ MCR റീസെറ്റ് എന്നും കൂടെ ടൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ഫംഗ്ഷൻസ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈനിൽ പോയിട്ട് ഇത് PLC-യിലേക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അതിനായിട്ട് ഞാൻ PLC-യിലേക്ക് കോഡ് ചെയ്തിട്ടുണ്ട്, PLC-യിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. PLC-യിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനിൽ വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ PLC ഓൺ മോഡിലാണ്. ഇത് X1 എന്ന് പറയുന്നത് നമ്മുടെ എമർജൻസി ആണ്. ഓക്കെ, ഞാനിവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ കൺട്രോൾ പാനലൊക്കെ വയറിംഗ് ചെയ്യുമ്പോൾ എമർജൻസി എന്തായിരിക്കും, പ്രസ് ചെയ്യുന്നത് ഇങ്ങനെ ഹോൾഡ് ആയിട്ട് നിൽക്കും. നമ്മുടെ ആ ബട്ടൺ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പ്രസ് ചെയ്ത് പിടിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഞാൻ X0 പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ X3 നമ്മുടെ X2 ബട്ടൺ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം X3 നമ്മുടെ ഇല്ല എങ്കിൽ പോലും ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ X2 നിങ്ങൾക്ക് കാണാൻ പറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. സപ്പോസ് ഇൻ കേസ് ഞാൻ എമർജൻസി സ്റ്റോപ്പ് ആക്കിയതിനു ശേഷം ഈ കാണുന്ന X2 പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ സിമുലേറ്റ് ആവുന്നുണ്ട്, പക്ഷെ പുഷ് ബട്ടണിലേക്ക് വരുന്നുണ്ട്. അതേസമയം റിലീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന എല്ലാ ഫംഗ്ഷൻസും വർക്ക് ആവും. എമർജൻസി പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട, അതായത് ഏതൊക്കെ ലൈനാണ് നമുക്ക് സ്റ്റോപ്പ് ആവേണ്ടത്, എമർജൻസി ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ വർക്ക് ആവില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മാസ്റ്റർ കൺട്രോളർ എന്ന് പറയുന്ന ഫംഗ്ഷൻസ് ഡെൽറ്റ PLC-യിൽ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് എങ്ങനെ ഇത് മാസ്റ്റർ കൺട്രോളിൽ ഏതൊക്കെ ലൈൻസ് ഒക്കെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോഗ്രാംസ് ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതിനു ശേഷം ഈ ഒരു ഫംഗ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഈ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്, എങ്ങനെയാണ് മാസ്റ്റർ കൺട്രോൾ ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ലഭിക്കുന്നതിനായിട്ടും അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്.